ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് 2-ാം തീയതിയാണ്. പിന്നെ ഇന്ന് ബർത്ത്ഡേ ഫീസ്റ്റ് വാർഷികങ്ങളൊക്കെ ഉള്ളവർക്ക് പ്രത്യേകമായ ആശംസയും വിളിച്ചയും കേട്ടോ. കുഞ്ഞുങ്ങളെ, ബർത്ത്ഡേ ഉള്ളവർ കൈപൊക്കിക്കേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സ്പെഷ്യൽ അനുഗ്രഹം കേട്ടോ. സുഖമായിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ അനുഗ്രഹം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. പ്രിയമുള്ള സഹോദരൻ, ഇന്ന് പ്രത്യേകിച്ച് ബർത്ത്ഡേ ഉള്ളവർ ഫീസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയൊക്കെ നന്മറിഞ്ഞവരും ചൊല്ലി നല്ല ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ എന്ത് ചോദിക്കേ, ഇത്രയും മനുഷ്യരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എന്ത് കേക്ക്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജോബിന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ 16-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 11:16. തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ദുരിതങ്ങൾ വിസ്മരിക്കാൻ എന്നുള്ളതാണ് തലക്കെട്ട്. ദുരിതങ്ങൾ വിസ്മരിക്കാൻ. അപ്പൊ ഉദാഹരണം, നമുക്ക് ചില എന്താണ് പറയണത്, പിന്നെ നമുക്ക് ചില ദുരിതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, മറക്കാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ടാവും. അല്ലെങ്കിൽ ചില ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വേറൊന്നും ഓർക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. കാരണം ഫുൾ ടൈം ഇത് തന്നെയായിരിക്കും ഓർമ്മ. അങ്ങനെ പ്രശ്നം വരാം. അവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും. എന്നിട്ട് പറയാ, ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ. മനോഹരമായ വചനമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചോദിക്കേ, നമ്മുടെ ജീവിതം എത്ര ദുരിതങ്ങളിലൂടെയും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളിലൂടെ എല്ലാം കടന്നുപോയൊരു കാലഘട്ടമുണ്ട്. പക്ഷെ ഒരു തരത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കി കഴിയുമ്പോൾ, ഇന്ന് പുറകോട്ട് നോക്കി കഴിയുമ്പോൾ കാണുന്ന കാര്യം എന്താ? അതെല്ലാം അങ്ങോട്ട് നമ്മൾ വിസ്മരിച്ചു അല്ലേ. ചിലപ്പോൾ കുടുംബത്തിനുണ്ടായ മരണമായിരിക്കാം, ഒരു അപകടമായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ തെറ്റിദ്ധാരണ, അത് എന്തെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ അങ്ങോട്ട് അത് വിസ്മരിക്കും. ഒഴുകിപ്പോയ ജലം ഇവിടുന്ന് ഒഴുകി അവിടെ എത്തി, പിന്നെ ആരും അതിനെ ഓർക്കുന്നത് അല്ലേ? അങ്ങനെ അതിന് ഓർക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഓർക്കുന്നല്ല, പിന്നെ ഓർക്കുപോലും ഇല്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ അത് പറയുന്നത്. ഇനി അതിന് എന്ത് ചെയ്യണമെന്ന് തൊട്ട് മുകളിലുണ്ട്. അത് മുഴുവൻ പറയാൻ പോയി 1.5 മണിക്കൂർ എടുക്കും. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, അതിന്റെ മുകളിലത്തെ 2-3 വാക്ക് നിങ്ങൾ വായിച്ചു നോക്കും. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് തന്നെയാണ്, ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തുന്ന പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിക്കും, പല വിചാരത്തോടെ പ്രാർത്ഥിക്കരുത്. ഹൃദയം ദൈവത്തിൽ കൈയൊക്കെ ഉയർത്താന്ന് ഞാനിതൊരു മോർട്ടിഫിക്കേഷൻ വരണം, ഒരു പരിത്യാഗം വരണം. അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ആശ്രയം എന്നുള്ള അർത്ഥത്തിലുമാണ്. അതേപോലെ രണ്ടാമത്തെ കാര്യം, നിന്റെ ഹൃദയത്തിൽ ഈ ദുഷ്ടതയുണ്ടെങ്കിൽ നീ അത് മാറ്റണത്. നിന്റെ ഹൃദയത്തിൽ പാപമുണ്ടെങ്കിൽ നിങ്ങൾ കഴുകി കളയാം. നിന്റെ കൂടാരത്തിൽ അതുകൊണ്ട് നിങ്ങൾ അത് മാറ്റണം. അങ്ങനെ ഇത് രണ്ടും നീ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും. ഒഴുകിപ്പോയ ജലം പോലെ അതിനെ ഓർമ്മിക്കുള്ളൂ എന്നുള്ളതാണ്. ഏത് ദുരിതത്തിലും നമ്മുടെ കടന്നു പോകുമ്പോഴും ഒന്ന് ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചൊരു പരിഹാര പരിത്യാഗവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്ന് രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതം ഒരു ആത്മശോധന നടത്തി എന്തെങ്കിലും ഒരു മേഖലയുണ്ട്, അത് മുഴുവൻ കഴുകി കളഞ്ഞോ, ഇതെല്ലാം നീ വിസ്മരിക്കും. നീ കയറി വരും, നീ കയറി വന്നിരിക്കും എന്നാണ് ദൈവത്തിന്റെ വചനം. ജോബിന്റെ ചരിത്രം അതല്ലേ പഠിപ്പിക്കുന്നത് അല്ലേ? പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. കൂടെയുണ്ട് കേട്ടോ, ധൈര്യമായിരുന്നു. ബ്ലെസ്സിങ്ങൾ റെഡി ആയിരിക്കോ. ഇന്ന് ബർത്ത്ഡേ ഫീസ്റ്റ് ഉള്ളവർക്കും, പിന്നെ വിവാഹ വാർഷികം, പിന്നെ വീട് കയറി താമസിച്ചതിന്റെ ഒരു വാർഷികം, നിങ്ങൾക്കൊരു വാർഷികം ആയിക്കോട്ടെ അല്ലേ? എന്തെങ്കിലും തുടങ്ങിയതിന്റെ അതൊക്കെ ഉള്ളവർക്ക് സ്പെഷ്യൽ സന്തോഷം. ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചോ, നിങ്ങൾക്കൊരു മാസം കിട്ടുമല്ലോ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട്, കൃപകൾ കൊണ്ടൊക്കെ ഞങ്ങളെ നിറയ്ക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ പൈശാചത്തിന്റെ ഉപദ്രവങ്ങളും, അന്ധകാരത്തിന്റെ ഉപദ്രവങ്ങളും, ശല്യങ്ങളും, ബാധകളും, ഭൂതങ്ങളുടെ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ഞാട്ടി പായിക്കുന്നു. പ്രാർത്ഥന മരത്തെ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മാസം ബർത്ത്ഡേ ഫീസ്റ്റ് ഉള്ളവർ, വിവാഹ വാർഷികം ഉള്ളവര്, ഏതെങ്കിലും തരത്തെ വാർഷികങ്ങൾ ഘോഷിക്കുന്നവർ, ജൂബിലി ഉള്ളവര് എല്ലാം പ്രത്യേകം ബ്ലെസ് ചെയ്യാണ് കർത്താവെ. എന്റെ ദൈവം സ്വർഗത്തിന്റെ ആശീർവാദം വഴി ഒരു കൃപ ഇവരുടെ മേൽ വന്ന് നിറയട്ടെ. ആയുസ് വർദ്ധിക്കട്ടെ, ആരോഗ്യം വർദ്ധിക്കട്ടെ, കൃപ വർദ്ധിക്കട്ടെ, വിശുദ്ധി വർദ്ധിക്കട്ടെ, പ്രാർത്ഥന വർദ്ധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.